ഉള്ള കുട്ടിനെ ക്രൂരമായി ശ്വാസം മുട്ടിച്ച് കൊന്നിക്കുകയാണ്. ശ്വാസം മുട്ടിച്ച് ബായി പിടിച്ച് നെക്കി കൊന്നിക്കുകയാണ്. ശ്വാസം മുട്ടിച്ച് നെക്കിക്കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊന്ന് ശ്വാസം പോകാതെ ക്രൂരമായി കൊന്നിക്കൊണ്ടിരിക്കുന്ന ഞാൻ ചോദിക്കുന്നു, ഇവള് എന്തൊരു പെണ്ണാണ്? ഇവളെ കുട്ടിന്റെ ഉമ്മല്ല. ഇവളെ കുട്ടിന്റെ ഉമ്മ തന്നെയല്ല. ആ കുട്ടിക്ക് ഉമ്മയില്ല. കാരണം ഇവള് എന്ത് ജാതി ചോദിച്ചാല് ഇവള് മുറുകൻ, കാട്ടിലും മുറുകനാണ്. അതെ, മനസ്സിനെ ക്രൂരമായി കൊല്ലുന്ന ആ പാവത്തിന ആ കുട്ടിന്റെ അച്ഛൻ പണിയേറ്റി വന്നപ്പോ കേട്ടിരുന്നാ, ആ കുട്ടിന്റെ അച്ഛൻ പണിയേറ്റി വന്ന് പണി കഴിഞ്ഞ് മുട്ടായും ചോക്ലേറ്റും മഞ്ചും അതുപോലെ മിൽക്കി ബാറും ഒക്കെ കൊണ്ടുവരുമ്പോ ആദ്യം കണ്ടത് ആ പാല് തട്ടി നോക്കിയപ്പോഴാണ് ആ കുട്ടി എന്ന് വിളിച്ചപ്പോ ആ വിളി കേട്ടില്ല. ആ മെറിച്ചു കിടക്കുന്ന ആ വെള്ള തുണിയിൽ മെറിച്ചു കിടക്കുന്ന അത്ഭുതമാണ് ആ കുട്ടിന്റെ ഉപ്പ കാണുന്നത്. അപ്പോഴാണ് സ്വന്തം പെണ്ണുങ്ങൾ ആ മോളെ കൊന്നിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് കാരണം? സ്വന്തം ആ കുട്ടിന്റെ ഉമ്മ തന്നെ ആ മോളെ കൊന്നിക്കുക, ശ്വാസം മുട്ടിച്ച് കൊന്ന്. എന്താണ്? ഒന്നുമില്ല. കുട്ടിന്റെ അച്ഛൻ പണിക്ക് പോയിക്കണോ, കുട്ടിനെ പോറ്റാൻ വേണ്ടി, കുട്ടിക്ക് ഡ്രസ്സ് വാങ്ങി കൊടുക്കാൻ വേണ്ടി, കുട്ടിക്ക് കാലുമ്പ് ചെരുപ്പ് വാങ്ങി കൊടുക്കാൻ വേണ്ടി, കുട്ടിക്ക് വയറിറച്ചി വാങ്ങി കൊടുക്കാൻ വേണ്ടി സ്വന്തം പെണ്ണുങ്ങൾ തന്നെ ക്രൂരമായി കൊന്നിക്കണോ? എന്താണ് കാരണം? അതോടെ ഞാൻ ഇങ്ങനെ കൊല്ലാൻ വേണ്ടി നിങ്ങളെ കെട്ടിവിടരുത്. ഇങ്ങനെ കൊല്ലാൻ വേണ്ടി നിങ്ങളെ മകളെ കെട്ടിച്ചു വിടരുത്. കാരണം ഇതുപോലെ കുട്ടികളെ കൊല്ലുന്ന, ഇതുപോലെ ശ്വാസം മുട്ടിച്ചു കൊണ്ട് കൊല്ലുന്ന അതിന് നമ്മൾ പോരാടുന്ന വേണം. ഇതിന് നമ്മൾ ശ്രദ്ധ ഉപയോഗിക്കുന്ന വേണം. മറ്റുള്ള മാതാപിതാക്കൾക്ക് വേണ്ടി ഇത് നമ്മൾ കൊലിക്കണം. മറ്റുള്ള മാതാപിതാക്കൾക്ക് വേണ്ടി ഇത് നമ്മൾ പൊളിക്കണം. മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. അല്ലേ, ശരിയല്ലായിരുന്നത്? എന്തുകൊണ്ടാ വന്നത്? എന്തുകൊണ്ടാ ഞാൻ ചോദിക്കുന്നത്? ആ കുട്ടിന്റെ ഉമ്മയാണെങ്കിൽ ആ കുട്ടിനെ പോറ്റണം. ആ കുട്ടിനെ പോറ്റിയ, തിന്നാൻ കൊടുത്ത് വളർത്തിയ, ഇതുവരെ ഒക്കത്തിട്ട് ആട്ടിക്കൊടുത്ത്, തൊട്ടിലിട്ട് ആട്ടിക്കൊടുത്ത് അവസാനം കൊല ചെയ്യുന്നത് കണക്കില്ലേ? ക്രൂരമായി കൊല്ലുന്നത്. ഇതുവരെ വളർത്തിണ്ടാക്കിക്കൊണ്ട്, ഇതുവരെ വൽപ്പം വെച്ചുകൊണ്ട്, കുറച്ച് ക്രൂരമായി ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നത് അത് എന്തിന്റെ സൗക്കടാണെന്നാണ് ആ കുട്ടിന്റെ ഉമ്മക്ക് പറയാ. ഇവളൊന്ന് വിടാൻ പാടില്ല. പോലീസെ കൊണ്ടുപോ, കഴിക്കാൻ മറ്റൊരു കാര്യമില്ല, കൊണ്ടുപോ. ഇവളെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം? ഇവളെ കൊണ്ടുപോയി ചണ്ടം കൊണ്ടുപോയി കുത്തണം. ഇവളെ വിടാൻ പാടില്ല. ഇവളെ കൊണ്ടുപോയി ജയിലിട്ടാ പോരാ പോലീസെ. അതെ, തൂക്കിക്കൊല്ലാൻ പറയാ. അതെ, ജീവത്തോടെ തൂക്കിക്കൊല്ലാൻ പറയണം. അതെ, നെഞ്ച് പൊട്ടിനാരി കരട്ടെ. അവൾ ആർക്കട്ടെ, അവൾ ആർത്ത് വിളിക്കട്ടെ. അവളെ തൂക്കുമ്പോ, അവളെ കൗത്തിൽ കയറ് കുടുങ്ങുമ്പോ അവൾ ആർക്കട്ടെ. എന്റെ കൗത്തിൽ കയറ് കുടുങ്ങിയല്ലോ, ഇനി എന്റെ മോക്ക് കുടുങ്ങിയതാ മാറി എനിക്കും കുടുങ്ങിയല്ലോ എന്ന് അത് പറയണം, അത് കൊടുക്കണം. എന്നെ തൂക്കല്ലേ എന്നെ കൊല്ലല്ലേ എന്ന് പറയുന്നത് തൂക്കിക്കൊല്ലണം. അങ്ങനത്തെ ആളുകളെ ഭൂമിയിൽ വെക്കാൻ പാടില്ല. തൂക്കണം, ജീവത്തെ തൂക്കിക്കൊള്ളണം. അവിടെ തൂക്കണം. ആ കുട്ടീനെ കൊന്നതാമാർ തന്നെ അവളെയും കൊല്ലണം. അവളി ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാൻ കാരണം. പോലീസെ കൊണ്ടുപോ. അവിടെ ബിരിയാണിയും മട്ടൻ ബിരിയാണി കൊടുക്കല്ലേ, കൂക്കിക്കൊല്ലാൻ പരിപാടി എത്തിച്ചോ. അതിനുള്ള വിധികൾ വെക്കണം. അതിനുള്ള വിധികൾ അതോടെ സുപ്രീം കോടതിയായാലും അതുപോലെ ജഡ്ജിയായാലും എത്ര പെട്ടെന്ന് ജഡ്ജി ഇവളെ പോട്ട ആളുകളെ തൂക്കാനുള്ള ജഡ്ജിന്റെ പാകത്തിനുണ്ടാകണം. തൂക്കിക്കൊള്ള ജഡ്ജിനോട് ഒപ്പ് വെക്കണം. അടിക്കണം. അസമില് അടിച്ചു തൂക്കണം. തൂക്കാൻ വിചാരിച്ച തൂക്കിക്കൊല്ലണം. അവിടെ കൊണ്ടുപോയി വെക്കരുത്, തൂക്കുക. അതെ, മട്ട ബിരിയാണി വാങ്ങി കൊടുക്കാൻ പാടില്ല. ഇതുപോട്ടെ ഒരുപാട് ഉണ്ട്. ഇതുപോലെ പാകപ്പെട്ട പെൺകുട്ടികളെ ക്രൂരമായി കൊല്ലുന്നത്, ശ്വാസം മുട്ടിച്ചുകൊണ്ട് കൊല്ലുന്ന കുട്ടികളമ്മമാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശ്വാസം മുട്ടിച്ചുകൊണ്ട് കൊല്ലുന്ന കൊണ്ടുപോ, അതെ, തൂക്കിക്കൊല്ലേ. ഇതുപോലെ ശ്വാസം മുട്ടിച്ചുകൊണ്ട് കൊല്ലുന്ന ആ കുട്ടി എന്ത് ചെയ്ത്? ആ കുട്ടിക്ക് ഒരുപാട് ചിരിക്കാനും
ആ കുട്ടിക്ക് ഒരുപാട് ചങ്ങാച്ചിന്റെ കൂടെ പോകാനും കളിക്കാനും സ്കൂൾക്കും മദ്രസക്കും പോകുന്ന ആ കുട്ടിയെയാണ് ഇല്ലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ കുട്ടിന്റെ ഉമ്മ. എന്താണ് ആ കുട്ടിന്റെ ഉമ്മ പറ്റുമോ? കാരണം കാരണം അടിച്ചണം. കുട്ടിന്റെ ഉമ്മയല്ല, അവൾ മുറുകനാണ്. അവളെ പുലി വെച്ചുകൊണ്ട് കടിക്കുന്ന പുലി കൊണ്ട് ആ കടിക്കുന്ന പുലി കൊണ്ട് ശിക്ഷിക്കണം എന്ന് മാത്രമാണ്. ആ കടിക്കുന്ന പുലി കൊണ്ട് ആ പുലിയോട് കണ്ട് കടിപ്പിച്ച് ആക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇത് പോട്ട് വിടാൻ പാടില്ല. ഇതിന് നമ്മൾ പോരാടണം. ഏത് പോർത്തിയാലും ഏത് പോലീസായാലും അതെ, ഏത് യൂണിഫോം ഇട്ട പോലീസാണെങ്കിലും ഇതുപോട്ടെ കുട്ടികളെ ഇതുപോലെ കുട്ടികളെ ജീവെടുക്കുമ്പോ ഇനി ഒരു കുട്ടികൾ തള്ളാർക്ക് ഇതുപോലെ ബോധമാണെന്ന് ഓർമ്മിക്കുന്നു. ഇതുപോലെ തള്ളാർക്ക് ബോധം ഉണ്ടാകണമെന്ന് നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കാര്യം ഇന്ന് മെസ്സേജ് കൊടുക്കുന്നത്. അത് മാത്രമാണ് ഞാനൊരു യൂത്ത് ലോകറായോണ്ടാണ് ഈ കാര്യം പോരാടുന്നത്. ഇത് ജനങ്ങളെ മുന്നിലേക്ക് പോരാടുന്നത്. ഇത് നാളത്തെ ചരിത്രങ്ങൾ, നാളത്തെ ജീവിതം നമുക്ക് കാണിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയാണ് നാളത്തെ കുട്ടികളെ വളർത്തുമ്പോ എങ്ങനെ വളർത്തുന്നെന്ന് നെക്കിക്കൊല്ലതെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ഈ മെസ്സേജ് കൊടുക്കുന്നത്. അതുപോട്ടെ കല്യാണം കഴിഞ്ഞതാണെങ്കിലും അതുപോലെ ഫസ്റ്റ് കല്യാണം കഴിക്കുന്നതാണെങ്കിലും അവർക്കൊക്കെ ഈ മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ രണ്ടാം കല്യാണം കഴിക്കുന്നവരാണെങ്കിലും മൂന്നാം കല്യാണം കഴിക്കുന്നവരാണെങ്കിലും നാലാം കല്യാണം കഴിക്കുന്നതാണെങ്കിലും അവർക്കൊക്കെ ഈ കാര്യം പറഞ്ഞു കൊടുക്കുന്നു. കുട്ടികളുണ്ടോ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഇർസിക്ക എന്ന് പറയുന്ന ഇർസിക്ക. അതെ, ഇർസിക്ക എന്ന് പറയുന്നത് ഇത് ഏത് കാര്യങ്ങളും പോരാടുന്ന, കണ്ട കാര്യങ്ങൾ ഏത് കാര്യങ്ങളും എടുത്തു പറയുന്ന കാര്യമാണ്. ഏത് കാര്യങ്ങൾ എടുത്തു പറയും? കണ്ട കാര്യങ്ങൾ, നടക്കുന്ന കാര്യങ്ങൾ, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. രക്ഷിതാക്കളുടെ അക്രമം ഉണ്ടെങ്കിൽ അത് നമ്മൾ ചോദ്യം ചെയ്യും. രക്ഷിതാക്കൾ കുട്ടികളെ ചട്ടകം പൊള്ളിക്കുമ്പോഴും അത് നമ്മൾ പോരാടും. ടീച്ചർമാർ ചട്ടകം പൊള്ളിക്ക് നമ്മൾ നോക്കും. അതെല്ലാം നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുന്നു. ടീച്ചർമാർക്കും രക്ഷിതാക്കൾക്കൊക്കെ പോരാടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കുട്ടികളെ ആയമാരെ ആക്രമിക്കുന്നതും ആയന്മാർക്കെതിരായിട്ട് നമ്മൾ പോരാടിക്കൊണ്ടിരിക്കും. അതുപോലെ എല്ലാവർക്കും നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുന്നു. ഒറ്റൊന്നും നമ്മൾ വെറുതെ അവരൊക്കെ നമ്മൾ പോരാടിക്കൊണ്ടിരിക്കും. അവരൊക്കെ നമ്മൾ വരച്ച വരമ്പ് നിർത്തിക്കും. അവർക്കൊക്കെ ഈ മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കും. അതാണ് നമ്മൾ ആവശ്യം. ഇന്നാളെ ഒരു കുട്ടി കിടക്കയിലെ മൂത്രമൊഴിച്ചപ്പോ ആ കുട്ടിനെ ആക്രമിച്ച ഒരു അവിടുത്തെ പണ്ടാരി, അത് കണ്ടില്ലേ? ഒരു കുട്ടി മൂത്രമൊഴിച്ചപ്പോ, കിടക്കയിലെ മൂത്രമൊഴിച്ചപ്പോ, 2 വയസ്സ് ആ കുട്ടി മൂത്രമൊഴിച്ചപ്പോ ആ കുട്ടിനെ ക്രൂരമായിട്ട് ആ കുട്ടിനെ മുറിവേൽപ്പിച്ചു, ആ കുട്ടിനെ മർദ്ദിപ്പിച്ചു. ആ കുട്ടിക്ക് നല്ല മുറിയേറ്റിച്ച് എന്തൊക്കെയാ ചെയ്തു വിട്ടുന്ന ഇത് പോട്ടെ ആയന്മാരുടെ ശല്യങ്ങളും ആയന്മാരുടെ ഭാഗത്തിനുണ്ടായത്. അത്തരമുള്ള പോരാടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ പറഞ്ഞത്. ഒരു കുട്ടി കിടക്കയിലെ മൂത്രമൊഴിച്ചപ്പോ, അംഗവാടി ഒരു കിടക്കയിലെ മൂത്രമൊഴിച്ചപ്പോ ആ മൂത്രം കെയ്യാ പോവില്ലേ, ആ മൂത്രം തുടച്ചാ പോവില്ലേ? പക്ഷെ ആ കുട്ടിയെ ക്രൂരമായി മർദ്ദിപ്പിച്ചു. എന്തായി? കൊണ്ടുപോ, വിടാൻ പാടില്ല. പോസ്റ്റമായ കേസെടുത്ത് ഉള്ളിലിട്ട് തൂക്കിക്കൊള്ളണം. ഇങ്ങനത്തെ പോട്ട ആളുകളെ വെക്കാൻ പാടില്ല. ആയമായാലും കുട്ടിന്റെ ഉമ്മയാലും വിടാൻ പാടില്ല. കൊണ്ടുപോയി തൂക്കിടണം. തൂക്കി കൗട്ടിൽ കയറ് കെട്ടി തൂക്കണം. വിടാൻ പാടില്ല. അതാണ് 2.5 വയസ്സായ കുട്ടിനെ ക്രൂരമായി പീഡിപ്പിച്ചു. അതെ, കണ്ടില്ലേ? അത്ര കാര്യം മാത്രമാണ്. നമുക്കറിയാം, ഒരു കുട്ടിന്റെ ഉപ്പ ഒരു മകൾക്ക് സ്കൂൾക്ക് ബുക്ക് വാങ്ങാൻ പറഞ്ഞപ്പോ സ്വന്തം കുട്ടിന്റെ വാപ്പ ആ പെൺകുട്ടിനെ പീഡിപ്പിച്ചത് നമ്മൾ കണ്ടതല്ലേ? കേരളത്തില് കണ്ടതല്ലേ? കുട്ടിക്ക് ബുക്ക് വാങ്ങാൻ വേണ്ടിട്ട് കുട്ടിന്റെ ഉമ്മ പുറത്തു പോയപ്പോ സ്വന്തം കുട്ടിന്റെ വാപ്പ തന്നെ മകളെ പീഡിപ്പിച്ചു. എന്താണ് കാരണം? ലഹരി, കഞ്ചാവ്, മയക്കമരുന്ന്, MDMA കൂടെയാണ് ചെയ്തത്. എന്താണ് കണ്ടത്? പോലീസ് പിടിച്ചുകൊണ്ടേ പോരാ. അവനക്ക് ഇതിനുള്ള നല്ല കൊടുക്കണം. ഇത് നല്ല ശിക്ഷ കൊടുക്കണം. ഒന്ന് കൊടുത്താ പോരാ. ബിരിയാണി വാങ്ങി കൊടുത്താ പോരാ. അവനക്ക് ഇതിനുള്ള ശിക്ഷ കൊടുക്കണം. അതാണ് തൂക്കിക്കൊല്ലുക. കാരണം കുട്ടിന്റെ ഉപ്പ പറയാൻ കാര്യമില്ല, തൂക്കുക. കയറ്റിലിട്ട് കയറ്റിലിട്ട് വിരുത്തുക. അതാണ് വേണ്ടത്. തൂക്കിക്കൊല്ലുക. കാരണം ജീവത്തോടെ തൂക്കിക്കൊള്ളണം. കോടതി ഒക്കത്തിനും വെക്കാൻ പാടില്ല. തൂക്കണം. അതുകൊണ്ട് കണ്ടു നിങ്ങൾ, ഇതാണ് നമ്മൾ കണ്ടത്. സ്വന്തം കുട്ടിന്റെ വാപ്പ തന്നെ മകളെ പീഡിപ്പിക്കുക എന്ന് പറയുമ്പോ നമുക്ക് നാട്ടുകാർ പീഡിപ്പിച്ചെന്ന് കേൾക്കണ്ട്. സ്വന്തം കുട്ടിന്റെ വാപ്പ പീഡിപ്പിച്ചു പറഞ്ഞാൽ ഞാനിപ്പോ നടാറ കേൾക്കുകയാണ്. കുട്ടിന്റെ വാപ്പ പീഡിപ്പിച്ചു പറഞ്ഞപ്പോ സ്വന്തം കുട്ടിന്റെ വാപ്പ തന്നെ മോളെ പീഡിപ്പിച്ചിരുന്നു. എന്താ നടക്കുന്നത്? ലഹരി.
കഞ്ചാവ് മയക്കമരുന്ന് MDM മറ്റെല്ലാം നടക്കുന്നത് അല്ലേ? ഇതാണ് കണ്ടത്. ഇന്നാണ് നമുക്കറിയാം ഒരു പെൺകുട്ടി കുറച്ച് മുന്നേ ഒരു ഒരു പോയപ്പോ ഒരു വീട്ടിൽ ജോലി ചെയ്യുമ്പോ വീട്ടിൽ പണിക്ക് നിൽക്കുമ്പോ ഒരു തള്ളന പീഡിപ്പിച്ച് നമ്മൾ കണ്ടില്ലേ? എത്ര പേര് കണ്ടത്? സ്വന്തം മുതലാളി ഒരു പണ്ടാരിയായിട്ട് അവിടെ പണിക്ക് നിൽക്കുമ്പോ ചോറും കറി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുമ്പോ സ്വന്തം അവിടുത്തെ മുതലാളി ആ പെണ്ണിനെ പീഡിപ്പിച്ച്. എന്താണ് കിടക്കുന്നത്? ഇവരെ പോട്ട് ആളുകളെ വെക്കാൻ പാടില്ല. ഇങ്ങനത്തെ മുതലാളിമാരൊക്കെ തൂക്കി ഔത്തിടണം. ഏത് മുതലാളിയാലും പിടിച്ച് ഉള്ളിലിടണം. അതിനു വേണ്ടി നട്ടില് വേണം. നമ്മുടെ കോടതിക്കും പോലീസിനും വേണം ഉണ്ടാകണം എന്ന് പറഞ്ഞു നിർത്തുന്നു. മാത്രം പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മാത്രം പറയാണ്. അതോടെ പണിക്ക് നിൽക്കാൻ പോയപ്പോ അതെ, പണിക്ക് നിൽക്കാൻ പോയപ്പോ അവിടെ കൂലി പണിക്ക് നിൽക്കാൻ പോയപ്പോ, കാരണം അങ്ങനെയാണ് ഇപ്പൊ നടക്കുന്നത് അല്ലേ? അവിടെ പണിക്ക് പോയതാണ്. കാരണം ജോലിക്ക് വേണ്ടി നിൽക്കുന്ന അവിടെ ഒരു സ്ത്രീ, ജോലിക്ക് വേണ്ടി തിരുമ്പാൻ വേണ്ടി പോയ സ്ത്രീ ആ റൂമിലേക്ക് വിളിച്ചേറ്റി മുതലാളി റൂമിലേക്ക് വിളിച്ചേറ്റി സ്വന്തം ആ മുതലാളി പെൺകുട്ടിനെ പീഡിപ്പിച്ചിരുന്ന കാഴ്ചയാണ് പുറത്തു നിന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയുള്ള ന്യൂസുകൾ എന്തൊക്കെയാണ് മുതലാളിന്റെ ഭാഗത്തുണ്ടാകുന്നത് അല്ലേ? നല്ല മുതലാളി. അപ്പൊ ഇതാണ് പറഞ്ഞത്, പെണ്ണുങ്ങളും കുട്ടികളും ഉണ്ടെങ്കിൽ മുതലാളി ഇതുപോലെ പണിക്കേറിന പോലെ പീഡിപ്പിച്ച് പറഞ്ഞാൽ നമ്മൾ നടക്കുക. ഭാര്യ കുട്ടികളെ ഭാര്യകളൊക്കെ ഉണ്ടാവുമ്പോ അല്ലേ? എന്താ അപ്പൊ ചെയ്യുന്ന മുതലാളിമാർ ചെയ്യുന്നത്? മുതലാളിമാരും ഇങ്ങനെ ചെയ്ത എന്താ കാട്ടുക? കുട്ടികൾക്ക് പോട്ടെ, മുതലാളിമാരും ഈ പണി ചെയ്യുന്നു. എന്താ നടക്കുന്നത്? അവ സത്യമായി തന്നെയാണ് പോരാടുന്നത്. അതുപോലെ ഇനിയൊരു കുട്ടിന്റെ ഉമ്മന്റെ കൈ ഇനി ഒരിക്കലും ഒരു മകൾക്ക് ഇതുപോലെ അക്രമം ഉണ്ടാകാൻ പാടില്ല, ഈ വേദന ഉണ്ടാകാൻ പാടില്ല. അതോടെ മാത്രം പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു, നിർത്തുന്നു. ഇനി ഒരു കുട്ടിന്റെ ഉമ്മക്കും ഇതുപോലെ ഒരു മകളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനോ അതുപോലെ കയറിട്ട് മുറുക്കാനോ നമുക്ക് ആകുലാന്ന് ഓർമ്മിക്കുന്നു. വളർത്തുക പാകമാണ്. ഈ പാകം നമ്മൾ ഒരിക്കലും നേടരുത്. അവിടെ മാതാപിതാക്കൾ ഓർക്കുക. എത്ര മാതാപിതാക്കൾക്കും ഭേദമുണ്ടെങ്കിൽ ആ മാതാപിതാക്കൾ ചോദിക്കുന്നു, നിങ്ങൾ എത്ര ദേശീയം ഉണ്ടെങ്കിലും നിങ്ങളെ കുട്ടികളെ നിങ്ങൾ ഒരിക്കലും ആക്രമിക്കാനോ തല്ലാനോ ചവിട്ടാനോ നിൽക്കരുത്. മാത്രം പറഞ്ഞ് നിർത്തുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വിളിക്കുക. ഞാൻ പോരാടാം. ഓക്കെ, ഞാനുണ്ടാവും. അതോടെ ഞാനുണ്ടാവും നിങ്ങളെ കൂടെ. കുട്ടികൾക്ക് വേണ്ടി ശക്തമായ പോരാടാൻ ഈ മുന്നിലുണ്ടാവും. യൂട്യൂബറുണ്ടാവും. ശക്തമായിട്ട് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. മാത്രം പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അതുപോലെ കേരളത്തിൽ മൊത്തം അത് തന്നെയാണ്. കേരളത്തിൽ മൊത്തം ആ കേസുകൾ മാത്രമാണ്. കുട്ടികളെ അമ്മമാരെ ആക്രമിക്കുന്നതും ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നത്. ഒരു ചെറിയ കുട്ടിനെ എടുത്തുകൊണ്ട് മാളിന്റെ മേലിൽ ഒരു പെണ്ണ് എടുത്തു എറിഞ്ഞി മറ്റേ കാമന്റെ കൂടെ പോകാൻ വേണ്ടി. എത്രയോ കേസുകൾ കിടക്കുന്നത്. കാമന്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് സ്വന്തം ഭർത്താവ് ഗൾഫിൽ വെക്കുമ്പോൾ ആ ഭർത്താവ് അറിഞ്ഞില്ല എൻ്റെ മോന എന്ത് കാട്ടി, എൻ്റെ മോൾ എന്ത് ചെയ്ത്. വലിച്ചെറിഞ്ഞിക്കൊണ്ട് പോവുക കാമന്റെ കൂടെ. പോലീസിന്റെ കൈ വിട്ടില്ലേ? പോലീസിന്റെ പെട്ടി വിട്ട് കാമനും കുടുങ്ങി, ഈ കുട്ടിന്റെ ഉമ്മയും കുടുങ്ങി. രണ്ടാളും ഇപ്പോ എന്തായി? ഉള്ളി കിടക്കുക. ഉള്ളിട്ടാ പോരാ, തൂക്കിക്കൊള്ളണം. ജീവിതത്തിൽ തൂക്കിക്കൊള്ളണം. ഇനി ഇത് പഠിക്കുള്ളൂ. ഒരു പാഠം പഠിപ്പിക്കണം. അതാണ് വേണ്ടത്. ഒരു പാഠം. ഇനി കെട്ടുന്ന പൂതി നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം പോലീസ്. കാരണം അതാണ് വേണ്ടത്. ഇതുപോലത്തെ ആ സാധനം ഇനി വെക്കാൻ പാടില്ല. അതിനെ താക്കീത് കൊടുക്കണം പോലീസിന്റെ ഭാഗത്തുനിന്ന്. മാത്രം പറഞ്ഞ് ഞാൻ വെക്കുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു, നിർത്തുന്നു. ഇനി ഒരുപാട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ പുറത്തിട്ടത്. അതുപോലെ ഇനിയൊരു ആ കുട്ടി പാവമാണ്. ഇങ്ങനെ ക്രൂരമായി കൊല്ലുന്നത്, കുട്ടികളമ്മമാരെ ഇത്ര ആക്രമിക്കുന്നത്, അതിന് നമ്മൾ ശക്തമായി പോരാടിക്കൊണ്ടിരിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. എല്ലാവരും ഈ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽട്ടമർത്തുക, വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക, വീഡിയോ കാണാം. എല്ലാവരും കാണുക. മാത്രം പറഞ്ഞ് നിർത്തുന്നു. ഓക്കെ എല്ലാവർക്കും താങ്ക് യു. ടാറ്റ.